ഹലോ ഫ്രണ്ട്സ്, നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നോക്കാൻ പോകുന്നത് കുറച്ച് അഡ്വാൻസ് ആയിട്ടുള്ള ഫിംഗർ ട്രിക്സിനെ പറ്റിയാണ്. അപ്പോൾ നിങ്ങൾക്ക് ബേസിക് ആയിട്ടുള്ള ഫിംഗർ ട്രിക്സ് എല്ലാം അറിയാമെന്ന് വിശ്വസിക്കുന്നു. ഇല്ലെങ്കിൽ അതിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ട്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. നിങ്ങൾ റിസ്റ്റേൺ ചെയ്യുന്ന ഒരാളാണെങ്കിൽ ആ വീഡിയോ നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകും. പിന്നെ ഇത് കുറച്ചും കൂടി അഡ്വാൻസ് ആയിട്ടുള്ള കാര്യങ്ങളാണ്. കുറച്ചും കൂടി അഡ്വാൻസ് ലെവലിലോട്ട് വരുമ്പോൾ നിങ്ങൾ ബെറ്റർ ആയിട്ട് ഫിംഗർ ട്രിക്സ് യൂസ് ചെയ്യണം. അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. അപ്പോൾ മെയിനായിട്ട് നമ്മൾ അഡ്വാൻസ് ആയിട്ടുള്ള ഫിംഗർ ട്രിക്സ് പ്രാക്ടീസ് ചെയ്യേണ്ട ആവശ്യകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റീഗ്രിപ്സ് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ്. അതായത് ഒരു മൂവ് ചെയ്യുമ്പോൾ നമ്മൾ കൈകൾ മാറ്റി മാറ്റി പിടിക്കേണ്ട ആവശ്യം വരും. സോ അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഫിംഗർ ട്രിക്സ് അഡ്വാൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു F12 പെയർ നോക്കാം. നമ്മൾ നോർമലി ചെയ്യുകയാണെങ്കിൽ കൈ മാറ്റി പിടിച്ചു, ഇങ്ങനെ ചെയ്യേണ്ട ആവശ്യമുണ്ടാവും. പ്രോപ്പറായിട്ട് ഫിംഗർ ട്രിക്സ് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ കൈകൾ മാറ്റി പിടിക്കാതെ തന്നെ നമുക്ക് മൂവ്സ് ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെ റീഗ്രിപ്സ് മാക്സിമം അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഫിംഗർ ട്രിക്സ് അഡ്വാൻസ് ആയിട്ട് ചെയ്യേണ്ടത്. പിന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം കൂടി, ഏത് ഫിംഗർ ട്രിക്സ് ആയാലും നിങ്ങൾ രണ്ട് കൈ കൊണ്ടും ഒരുപോലെ ചെയ്യാൻ പഠിക്കണം. ബിക്കോസ് ചില അൽഗോറിതംസ് ഒക്കെ നേരെ മിറർ വേർഷൻ വരും. അപ്പോൾ നേരെ ഓപ്പോസിറ്റ് സൈഡിലും കൊണ്ടും ചെയ്യേണ്ട ആവശ്യകത വരും. അപ്പോൾ രണ്ട് കൈ കൊണ്ടും ഈക്വലായിട്ട് നിങ്ങൾ പഠിച്ച് പോവാം. അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ നമ്മളിവിടെ ആദ്യം ഒരു ഫിംഗർ ട്രിക്സ് പരിചയപ്പെട്ട ശേഷം അതിൻ്റെ ഒരു എക്സാമ്പിൾസ് ഓപ്പൺ ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് വീഡിയോ ഉദ്ദേശിക്കുന്നത്. സോ നമുക്ക് നോക്കാം. ടോപ്പ് ലെയർ നമുക്ക് യൂഷ്വലി ഇങ്ങനെ മൂവ് ചെയ്യാൻ അറിയാം. ദെൻ അതുപോലെ തന്നെ U2 അതും അറിയുമായിരിക്കും. ദെൻ ഈ ഒരു മൂവ്മെൻറ്റ്സ് നോക്കുക, ഇങ്ങനെ പുഷ് ചെയ്യുക മറ്റേ കൈ കൊണ്ട്. സപ്പോസ് നമ്മൾ റൈറ്റ് ഹാൻഡ് കൊണ്ട് എന്തെങ്കിലും മൂവ്മെൻറ്റ്സ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്, പിന്നെ ടോപ്പ് ലെയർ പുഷ് ചെയ്യാൻ ഇതുകൊണ്ട് തന്നെ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമ്മൾ റീഗ്രിപ്പ് ചെയ്യേണ്ടി വരും. സോ ഇതുകൊണ്ട് പുഷ് ചെയ്യാൻ പറ്റും, അതൊരു നല്ല ഓപ്ഷനാണ്. പിന്നെ ഇതേ കൈ കൊണ്ട് ചെയ്യാലും ഇങ്ങനെ ചെയ്യാൻ പറ്റും. ഈ തമ്പ് കൊണ്ട് പുഷ് ചെയ്യാം. പിന്നെ ഒന്നുകൂടി അഡ്വാൻസ് ആയി വരികയാണെങ്കിൽ ഇങ്ങനെ, ഇതും ചില കേസിൽ ആവശ്യം വരും. ഒക്കെ നമുക്ക് എക്സാമ്പിൾ നോക്കാം. സോ നമുക്ക് ഈ F12 പെയർ നോക്കാം. ബ്ലൂ റെഡ് പെയർ. ഇതിനെ നമുക്ക് ബാക്കിലോട്ടാണ് ഇൻസെർട്ട് ചെയ്യേണ്ടത്. സോ ഇതിന് പെയർ ചെയ്യാൻ വേണ്ടി നമ്മൾ ഈ മൂവ് യൂസ് ചെയ്യാം. ദെൻ അതിനെ ബാക്കിലോട്ട് ഇൻസേർട്ട് ചെയ്യാൻ വേണ്ടി നേരെ ഈ റൈറ്റ് ഹാൻഡ് കൊണ്ട് പുഷ് ചെയ്യാം. അല്ലെങ്കിൽ ഈ ഒരു ആൾട്ടർനേറ്റീവ് യൂസ് ചെയ്യാം. നിങ്ങൾക്ക് ആ സിറ്റുവേഷൻ അനുസരിച്ച് നിങ്ങൾക്ക് ഏതാണോ കൂടുതൽ ഈസി ആയിട്ട് തോന്നുന്നത് അത് പ്രാക്ടീസ് ചെയ്യാം. പിന്നെ ഈ അഡ്വാൻസ് ഫിംഗർ ട്രിക്സ് എല്ലാം ഓരോ സിറ്റുവേഷൻ ബേസ് ആണ്. എല്ലാം ഇപ്പോൾ നമുക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ഇത് യൂസ് ചെയ്യേണ്ടി വരും. അത് ആ സിറ്റുവേഷൻ അനുസരിച്ചിരിക്കും. ഏതായാലും നിങ്ങളെല്ലാം പ്രാക്ടീസ് ചെയ്ത് പോവുക. സ്ലോ സോൾസ് കൂടുതൽ ചെയ്യുക. അപ്പോൾ നിങ്ങൾക്ക് ഓരോരോ ഈസി ആയിട്ടുള്ള ഫിംഗർ ട്രിക്സ് നിങ്ങൾക്ക് പുതിയതായി പരീക്ഷിക്കാനും പഠിക്കാനും പറ്റുള്ളൂ. ഇനി അടുത്ത് ഫ്രണ്ട് ഫേസിൻ്റെ മൂവ്മെൻറ്റ്സ് ആണ്. യൂഷ്വലി F വന്നാൽ ഇങ്ങനെയും F പ്രൈം വന്നാൽ ഇങ്ങനെയുമാണ് ചെയ്യുക. ബട്ട് ഇത് തന്നെ കുറേ വെറൈറ്റീസിൽ ചെയ്യാൻ പറ്റും. F പ്രൈം വന്നു കഴിഞ്ഞാൽ ഈ തമ്പ് കൊണ്ട് ഇങ്ങനെ പുഷ് ചെയ്യാം. F വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് ഹാൻഡ് തമ്പ് കൊണ്ട്. പിന്നെ ചില കേസിൽ ഇങ്ങനെ പുഷ് ചെയ്യേണ്ട ആവശ്യം വരും. ഈ ഒരു എക്സാമ്പിളിലൂടെ അത് നോക്കാം. ഇനി ഈ ഒരു വൈപ്പേമിൽ നമുക്ക് ഈ F മൂവ്മെന്റ്സ് നോക്കാം. പുഷ് ചെയ്തു, then ഈ തമ്പ് കൊണ്ട് F പ്രൈം ചെയ്തു. പിന്നെ ഇതെല്ലാം നിങ്ങൾക്ക് കുറച്ചുകൂടി നന്നായി മനസ്സിലാവണമെങ്കിൽ PLLൻ്റെയും OLLൻ്റെയും വീഡിയോസ് ചെയ്തിട്ടുണ്ട്. അതിൽ പ്രോപ്പറായിട്ടുള്ള ഫിംഗർ ട്രിക്സും കാണിച്ചിട്ടുണ്ട്. ആ ഓരോരോ കേസിൽ എങ്ങനെയാണ് നല്ല ഫിംഗർ ട്രിക്സ് നമുക്ക് പ്രാക്ടീസ് ചെയ്യാമെന്നുള്ളത് ആ വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. ഇനി ബോട്ടം ലെയർ മൂവ്സ്, അല്ലെങ്കിൽ റിംഗ് ഫിംഗറോ അല്ലെങ്കിൽ ലിറ്റിൽ ഫിംഗറോ ഏതാ നിങ്ങൾക്ക് കംഫർട്ടബിൾ വെച്ച് ചെയ്യാം. ഞാൻ യൂഷ്വലി ചെയ്യുന്നത് റിംഗ് ഫിംഗർ വെച്ചാണ്. ദെൻ D2 ചെയ്യുമ്പോൾ റിംഗ് ഫിംഗറും മിഡിൽ ഫിംഗറും വെച്ചിട്ട്. പിന്നെ അതുപോലെ തന്നെ ബാക്ക് ലെയർ മൂവ്സും ഇതുപോലെ തന്നെ. ഈ ഒരു പൊസിഷനിലാണെങ്കിൽ ഇങ്ങനെ ചെയ്യും. നേരെ ഇങ്ങനെയാണ് നമ്മൾ ക്യൂബ് ഹോൾഡ് ചെയ്തിട്ടില്ലെങ്കിൽ ഇങ്ങനെ ഈ രണ്ട് ഫിംഗേഴ്സ് വെച്ചിട്ട്. നിങ്ങൾക്ക് ഏത് ഫിംഗേഴ്സാണോ കൂടുതൽ കംഫർട്ടബിൾ അത് വെച്ച് ചെയ്യാം. പിന്നെ ഏത് അൽഗോരിതമാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിനനുസരിച്ചിട്ടും, ഏത് ഗ്രിപ്പിലാണ് നമ്മൾ പിടിച്ചിരിക്കുന്നത് ആ ഒരു പൊസിഷൻ അനുസരിച്ച് ചെയ്യാം. ഇനി മിഡിൽ സ്ലൈസ്.
എം ലെയർ മൗസ് നോക്കാം. ഇത് ഏത് ഫിംഗർ നിങ്ങൾക്ക് ചൂസ് ചെയ്യാം, റിംഗ് ഫിംഗർ അല്ലെങ്കിൽ മിഡിൽ ഫിംഗർ. ഇത് കഴിഞ്ഞ വീഡിയോയിൽ ഡിസ്കസ് ചെയ്താണ് ഈ എം മൗസിനെ പറ്റിയിട്ട്. എന്നാലും ഒന്നുകൂടി പറയാം. M2 ആണെങ്കിൽ പിന്നെ ഇതും നിങ്ങൾ ശ്രദ്ധിക്കാനുള്ളത്, നിങ്ങൾക്ക് ഏത് ഹാൻഡ് വേണമെങ്കിൽ ചൂസ് ചെയ്യാം. ഞാൻ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് മാത്രമേ എം മൂവ്സ് ചെയ്യുന്നുള്ളൂ. റൈറ്റ് ഹാൻഡ് എനിക്ക് അത്ര കംഫർട്ടബിൾ അല്ല. നിങ്ങൾക്ക് ഏത് കൈ കൊണ്ടാണോ യൂഷ്വലി ചെയ്യുന്നത് അത് വെച്ച് ചെയ്യാം. പിന്നെ ഇവിടെയാണെങ്കിൽ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് ഈ എം ലെയർ മൂവ്സ് ചെയ്താൽ റൈറ്റ് ഹാൻഡ് കൊണ്ട് ബാക്കി മൂവ്സ് ചെയ്യാം. നിങ്ങൾ മെയിനായിട്ട് ലെഫ്റ്റ് ഹാൻഡാണ് ടോപ്പ് ലെയർ യൂസ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾക്ക് റൈറ്റ് ഹാൻഡ് കൊണ്ട് പ്രാക്ടീസ് ചെയ്യാം. അപ്പോൾ ഈ വീഡിയോയിൽ ഇത്രേ ഉള്ളൂ. പറഞ്ഞ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങൾ ഇതൊരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിലും ചെയ്യുക. കൂടുതൽ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ കിട്ടാൻ വേണ്ടി ബെല്ലൈക്കൺ കൂടെ ക്ലിക്ക് ചെയ്യുക. താങ്ക് യു.